ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് മണി ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊരു റിച്ച് മൈൻഡ് സെറ്റ് ആവണമെന്നില്ല. മണി ഇല്ലാന്ന് വിചാരിച്ചിട്ടൊരു പുവർ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല. റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചില ആൾക്കാരുണ്ട്, ഒരുപാട് പൈസ കയ്യിൽ കാണും. പക്ഷേ എന്നാലും ചെറിയ ചെറിയ എമൗണ്ട് പോലും ചിലവാക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾക്ക് അവർക്ക് ഈസി ആയിട്ട് പണം ചിലവാക്കുകയും ചെയ്യും. ഇപ്പം ആർഭാടത്തിന് ചിലവാക്കുന്നവർ ഒരു വാല്യൂ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്കൊരു വലിയൊരു വാല്യൂ തരാത്തതല്ലെങ്കിൽ പോലും ഒരു സ്റ്റാറ്റസ് ഉയർത്തുന്ന രീതിയിലുള്ളൊരു ചിലവാക്കാനായിട്ട് എത്ര പൈസ വേണമെങ്കിലും ചില ആൾക്കാർ ചിലവാക്കും. നേരെ മറിച്ച് ചെറിയ എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ചെറിയ ഒരു ചാരിറ്റി പ്രവർത്തനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ അവർ തീരെ കൊടുക്കാത്ത ആൾക്കാരും കാണും, ചെറിയ എമൗണ്ട് കൊടുക്കുന്ന ആൾക്കാരും കാണും. നേരെ മറിച്ചൊരു റിച്ച് മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇത്ര പെർസെൻറ്റേജ് ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കും എന്ന് പറയുന്നത് എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്യുന്ന, അത് എക്സ്റ്റേണലി അറിയിച്ചുകൊണ്ടോ ഇൻറ്റേർണലിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ചാരിറ്റി എന്ന് പറയുന്നൊരു കാര്യം അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിസ്റ്റത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ വലിയ വലിയ കോടീശ്വരന്മാരോ അല്ലെങ്കിൽ റിച്ചായിട്ടുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മീൻസ് അവർ ഡയറക്റ്റ് ആൾക്കാരെ കാണിച്ചു കൊണ്ടോ അല്ലാതെയോ ചാരിറ്റി എന്ന് പറയുന്ന കാര്യം ചെയ്തിരിക്കും. പക്ഷെ നമ്മളിൽ പലരും ചെറിയ എമൗണ്ട് കിട്ടുമ്പോൾ പോലും പറയുന്നത് എന്താണ്, എനിക്ക് ചാരിറ്റി കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ളൊരു 50,000 രൂപയല്ലേ അല്ലെങ്കിൽ 1,00,000 രൂപയല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് കിട്ടുന്നത് ചാരിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ ചുരുങ്ങിയ എമൗണ്ടായിട്ട് കാണും. അപ്പോൾ ഇതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് ഇങ്ങനെ നമ്മളിൽ നിന്ന് ഫ്ലോ ചെയ്യും. അപ്പോൾ മണിയെ എപ്പോഴും ആ ഒരു വാല്യൂ നമ്മൾ കാണാത്തത് പോലെയാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എമൗണ്ടിൽ നിന്ന് കുറച്ച് കാര്യം അല്ലെങ്കിൽ കുറച്ച് പൈസ നമ്മൾ മാറ്റി ചാരിറ്റിക്ക് വേണ്ടി മസ്റ്റായിട്ട് വെക്കണം. അത് ഈവൻ ചെറിയ എമൗണ്ട് ആയിരുന്നാലും, ഇപ്പോൾ 100 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 രൂപ, അപ്പോൾ 1000 കിട്ടിക്കഴിഞ്ഞാൽ 100 മാറ്റണമെന്നില്ല, ഒരു 50 രൂപയെങ്കിലും നിങ്ങളതിനകത്ത് മാറ്റി വയ്ക്കുക. ചാരിറ്റി നിങ്ങളൊരു സേവിങ്സിൽ മാറ്റുന്ന പോലെ ചാരിറ്റിക്ക് മാറ്റുക. ഈ ചാരിറ്റിക്ക് വെക്കുന്ന എമൗണ്ട് നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി തന്നെ ചെയ്യുക. ഇപ്പോൾ ഒരു സേവിങ്സ് പോലെ ഇത് മാറ്റിയിടുമ്പോൾ നിങ്ങൾക്കത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുക്കും എന്ന് തോന്നും. പക്ഷേ അതൊരു അക്കൗണ്ടബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരിച്ച് വെക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക.